ഇന്നത്തെ വീഡിയോ ഒരു മോട്ടോർ ഡ്രൈവിംഗ് അവയർനെസ് ആണ്. അതായത് ബ്ലൈൻഡ് ഡ്രൈവിംഗ് എന്താണ്, അത് ജീവിതത്തിൽ കുറേ ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നതല്ല, പക്ഷേ ആര് ചെയ്യുകയാണെങ്കിലും മിസ്റ്റേക്ക് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുക എന്നതാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വേണ്ടത്. ഇപ്പം ബ്ലൈൻഡ് ഡ്രൈവിങ്ങിന് എക്സാമ്പിൾസ് ആണ്. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ, നമ്മളൊരു വളവ്, നമ്മുടെ മുന്നിലൊരു ലോറിയോ അല്ലെങ്കിൽ ബസ്സോ അതിൽ വലിയ എന്തെങ്കിലും വാഹനം ഉണ്ടാവുക, ആ വളവിൽ നിന്ന് നമ്മൾ റോങ് സൈഡ് എടുത്ത് ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് വളവെടുക്കുന്നു. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ നമ്മൾ കാണുമ്പോൾ വണ്ടിയും റൈറ്റ് സൈഡിലെ റോഡും ആ വളവിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ളത് എന്താ എന്ന് കാണാതെ ഓവർടേക്ക് ചെയ്യുന്നതാണ് ബ്ലൈൻഡ് ഡ്രൈവ്. ഒരു സിറ്റുവേഷൻ അങ്ങനെയുള്ള സമയത്ത് ആ വളവ് തീരുന്നത് വരെ, അതായത് മുന്നിലുള്ള വണ്ടികൾ റോഡും വിശാലമായി കാണുന്നത് വരെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ സ്ട്രെയിറ്റ് റോഡിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു വാഹനം, അതുപോലെ ബസ്, ലോറി, അത് നമ്മുടെ മുന്നിലുണ്ട്. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിൻ്റെ തൊട്ടുപുറകിൽ നിർത്തി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ആ സിറ്റുവേഷനിൽ നമ്മൾ മുന്നിലുള്ള വണ്ടി മാത്രമേ കാണുന്നുള്ളൂ. റൈറ്റ് സൈഡിലെ റോഡ് എത്ര മുന്നോട്ട് ഉണ്ട് എന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട് എന്നോ കാണാതെ പെട്ടെന്ന് വണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ഈ ബസ്സിനെയോ ലോറീനെയോ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ആ വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് എത്രത്തോളം മുന്നിലേക്ക് കാണാൻ വിസിബിലിറ്റി കിട്ടുന്ന ഒരു ലെങ്ത്തിൽ ആ വണ്ടിയും നമ്മുടെ വണ്ടിയും തമ്മിൽ ഡിസ്റ്റൻസ് എത്തിയതിന് ശേഷം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ ബ്ലൈൻഡ് ഡ്രൈവിങ് ലേശം ഡേഞ്ചറാണ്. അത് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, സ്ട്രെയിറ്റ് റോഡാണ് എങ്കിൽ, ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു നല്ല കയറ്റവും നല്ല ഒരു ഇറക്കമുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഈ കയറ്റത്തിൻ്റെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ താഴത്ത് നിന്ന് വരുന്ന വണ്ടി ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ആ സമയത്ത് നല്ല ഫാസ്റ്റിൽ ആ കയറ്റം ഡ്രൈവ് ചെയ്ത് കയറി വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, അവിടുന്ന് എങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും റോങ് സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ല വേറെ ഏതെങ്കിലും വണ്ടി ക്രോസ് ചെയ്യുന്നുണ്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ ആ വണ്ടി ഫാസ്റ്റ് എത്തി പാനിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചറായ ഒരു അവസ്ഥയിലേക്ക് മാറും. ഈ 3 ബ്ലൈൻഡ് ഡ്രൈവിങ് ഒന്നെല്ലാവരും ശ്രദ്ധിക്കുക. അറിയാത്തവർ ശ്രദ്ധിക്കുക. അറിഞ്ഞവരോട് ഞാൻ പറയുന്നില്ല,